ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മുടെ ഡി എ സിയുടെ പാർട്ട് 2 സെക്കൻഡ് പാർട്ട് സെക്ഷനാണ് 3 മാർക്ക് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഓരോ മൊഡ്യൂളിൽ നിന്ന് 2 3 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ചില മൊഡ്യൂളിൽ നിന്ന് 3 3 മാർക്ക് ക്വസ്റ്റ്യനും പ്രതീക്ഷിക്കാം. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസൈൻ പ്രൊസീജിയർ അങ്ങനത്തെ കുറച്ച് ബേസിക് കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ നിന്ന് ഫസ്റ്റ് മൊഡ്യൂൾ മാക്സിമം എന്ത് ചെയ്യുക, പ്രോബ്ലംസ് കുറവായതുകൊണ്ട് ഫസ്റ്റ് മൊഡ്യൂൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് പഠിക്കുക. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മാക്സിമം ഒരു 15 മാർക്ക് സ്കോർ ചെയ്താൽ പിന്നെ ബാക്കിയുള്ള ഒരു 15 മാർക്ക് നമുക്ക് ബാക്കിയുള്ള 3 മൊഡ്യൂളിൽ നിന്ന് സ്റ്റോർ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് സബ്ജക്റ്റ് പാസ്സായി പോകാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ഡിസൈൻ സ്ട്രെസ്, വർക്കിംഗ് സ്ട്രെസ് ആൻഡ് ഫാക്ടർ ഓഫ് സേഫ്റ്റി. നമ്മൾ തേർഡ് സെം മുതലേ കേൾക്കുന്നൊരു സംഭവമാണ് ഈ ഡിസൈൻ സ്ട്രെസ്, വർക്കിംഗ് സ്ട്രെസ്, ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഓക്കെ, എന്താണ് ഡിസൈൻ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസൈൻ സ്ട്രെസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഡിസൈൻ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ദ ഡിസൈനർ കൺസിഡറിങ് ഓൾ പോസിബിൾ മോഡ്സ് ഓഫ് ഫെയിലിയർ ആൻഡ് സ്ട്രെസ് ഈസ് അലൗബിൾ ഫോർ ഡിസൈനിങ് എ ലോഡ് ക്യാരി മെമ്പർ ഓർ എലമെൻറ്റ്സ് വിത്തൗട്ട് ഫെയിൽ ഈസ് നോൺ ആസ് ഡിസൈൻ സ്ട്രെസ്. ഓക്കെ, ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്ത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറായി ജോലി ചെയ്യാണ്. നിങ്ങൾക്കൊരു ലെയ്ലാൻഡിൻ്റെ കമ്പനിയിലാണ് ജോലി കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ നിങ്ങളൊരു ഡിസൈൻ എഞ്ചിനീയർ പോസ്റ്റിലോട്ടാണ് നിങ്ങളെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ലെയ്ലാൻഡിൻ്റെ ലോറികളിൽ നിങ്ങളോട് പറയണം ഒരു ആക്സിൽ നിങ്ങളോട് ഡിസൈൻ ചെയ്യാൻ പറയണം. എന്താണ് ആക്സിൽ പറഞ്ഞാൽ അറിയില്ലേ, നമ്മുടെ ലോഡൊക്കെ ക്യാരി ചെയ്യുന്ന ആ ബാക്കിത്തെ മെമ്പർ ഒരു ആക്സിൽ നിങ്ങളോട് എന്ത് ചെയ്യാണ്, ഡിസൈൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങളത് എന്ത് ചെയ്യും, ഡിസൈൻ ചെയ്യും. ആ ഡിസൈൻ ചെയ്യുന്നത് എന്താണ്, ആ ആക്സിലിന്മേൽ എത്ര ലോഡ് വന്നാൽ അത് ഫെയിലിയർ ആവും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, ആദ്യം ഒന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ആക്സിൽ ഡിസൈൻ ചെയ്യണം. അപ്പോൾ എന്താണ് ഡിസൈനർ കൺസിഡറിങ് ഓൾ പോസിബിൾ മോഡ്സ് ഓഫ് ഫെയിലിയർ, എങ്ങനെയൊക്കെ ആ ആക്സിൽ എന്ത് ചെയ്യും, ഫെയിലായി പോവാം, ആക്സിൽ എന്ത് ചെയ്യാം, പൊട്ടിപ്പോവാം. അപ്പോൾ എന്ത് ചെയ്യും, ആ പൊട്ടിപ്പോവാതിരിക്കാൻ അതിൽ അലോബിളായ സ്ട്രെസ് എന്ത് ചെയ്യാണ്, നിങ്ങൾ ഡിസൈൻ ചെയ്യണം. ഇപ്പോൾ ഒരു 50 ന്യൂട്ടനാണ് ആ ആക്സിലുമേക്ക് വരുന്ന ലോഡ് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും, ഡിസൈനർ എന്ത് ചെയ്യും, നിങ്ങൾ ഡിസൈൻ ചെയ്യുക എങ്ങനെയായിരിക്കും, ഒരു 60 ന്യൂട്ടൺ വെച്ച് ഡിസൈൻ ചെയ്യും. 50 ന്യൂട്ടനാണ് വരുന്നതെങ്കിൽ ഒരു 10 ന്യൂട്ടൺ നിങ്ങൾ എന്ത് ചെയ്യും, കുറച്ച് എക്സ്ട്രാ കൊടുക്കും. ഓക്കെ, 60 ന്യൂട്ടനാണ് ആ ആക്സിൽ വരുന്ന ലോഡ്, നിങ്ങളൊരു 10 ന്യൂട്ടൺ എക്സ്ട്രാ കൊടുത്താൽ 60 ന്യൂട്ടൺ. 50 ന്യൂട്ടനാണ് ആ ആക്സിൽ വരുന്ന ലോഡ്, നിങ്ങൾ 10 എക്സ്ട്രാ കൊടുത്താൽ 60 ന്യൂട്ടൺ. 60 ന്യൂട്ടൺ വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, സ്ട്രെസ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ 50 വന്നാലും കുഴപ്പമില്ല, 55 വന്നാലും കുഴപ്പമില്ല, എത്ര വന്നാലും എന്താ 58, 9, 60 വരെ വന്നാലും എന്ത് ചെയ്യും, ആക്സിൽ ആ ലോഡ് കയറി ചെയ്യും. അപ്പോൾ അത് ആരാണ് ഡിസൈൻ ചെയ്യുന്നത്, ആ ഡിസൈനറാണ്. ആ ഡിസൈനർ ഡിസൈൻ ചെയ്യുന്ന ആ സ്ട്രെസ്സിനെ പറഞ്ഞ പേരാണെന്ത്, ഡിസൈൻ സ്ട്രെസ്. ഓക്കെ, ക്ലിയർ അല്ലേ. ഇനി അടുത്തത് വർക്കിംഗ് സ്ട്രെസ്. എന്താണ് വർക്കിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ദി ആക്ച്വൽ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ മെഷീൻ എലമെൻറ്റ് അണ്ടർ വർക്കിംഗ് ഓർ ഓപ്പറേഷൻ ഇസ് കോൾഡ് വർക്കിംഗ് സ്ട്രെസ്. ഇപ്പോൾ ആ ആക്സലിൻ്റെ കേസ് തന്നെ എടുക്കുക. ആ ആക്സൽ എന്ത് ചെയ്യണം, വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ആക്ച്വലായിട്ട് അതിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന സ്ട്രെസ് എത്രയാണ്, അതാണ് അതിൻ്റെ എന്ത്, വർക്കിംഗ് സ്ട്രെസ്. ഇപ്പോൾ ഒരു മെഷീൻ എലമെൻറ്റിൻ്റെ കേസ് പറഞ്ഞാൽ ആ മെഷീൻ വർക്ക് ചെയ്യുമ്പോൾ അതിൽ വരുന്ന സ്ട്രെസ്സിനെ പറഞ്ഞ പേരാണെന്ത്, വർക്കിംഗ് സ്ട്രെസ്. ഓക്കെ, ഇനി അടുത്തത് ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഫാക്ടർ ഓഫ് സേഫ്റ്റി നമ്മൾ ചെറുപ്പം ക്ലാസ് മുതലേ കേൾക്കുന്നതാണ്. എന്താണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ, ഫാക്ടർ ഓഫ് സേഫ്റ്റി പറഞ്ഞാൽ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ബൈ വർക്കിംഗ് സ്ട്രെസ്. അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അതിൽ മാക്സിമം ഒരു ആക്സിലിൻ്റെ ഉദാഹരണം വെച്ചിട്ടാണ് പറഞ്ഞത്. മാക്സിമം ആ വണ്ടിയുടെ ആക്സിലിന്മേൽ എത്ര സ്ട്രെസ് അല്ലെങ്കിൽ എത്ര സ്ട്രെങ്ത് വരെ എന്ത് ചെയ്യാൻ പറ്റും, അതിന് താങ്ങാൻ പറ്റും, അത് എത്ര സ്ട്രെങ്ത്തിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ആ ആക്സിലിൽ എന്താണ്, ആക്സിലിൽ ഒരു 100 ന്യൂട്ടൺ സ്ട്രെസ് വരെ ആക്സിൽ എന്ത് ചെയ്യാണ്, ഒരു 100 ന്യൂട്ടൺ സ്ട്രെസ് വരെ എന്ത് ചെയ്യാണ്, ആക്സിലിന് താങ്ങാൻ പറ്റും. പക്ഷേ ആ ആക്സിലിൽ വർക്ക് ചെയ്യുമ്പോൾ എത്ര സ്ട്രെസ്സേ വരുന്നുള്ളൂ, ഒരു 70 സ്ട്രെസ്സേ വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ റേഷ്യോ ഇല്ലേ, ആ റേഷ്യോ പറഞ്ഞ പേരാണെന്ത്, ഫാക്ടർ ഓഫ് സേഫ്റ്റി. അപ്പോൾ ഈ 3 കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഡിസൈനർ ഡിസൈൻ ചെയ്യുന്ന സ്ട്രെസ്സാണ് ഡിസൈൻ സ്ട്രെസ്, അത് വർക്ക് ചെയ്യുന്ന സ്ട്രെസ്സാണ് വർക്കിംഗ് സ്ട്രെസ്. ഫാക്ടർ ഓഫ് സേഫ്റ്റി പറഞ്ഞാൽ റേഷ്യോ, അൾട്ടിമേറ്റ് സ്ട്രെസ്, വർക്കിംഗ് സ്ട്രെസ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുതാം. ഡ്രോ ദി സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഓഫ് എ ഡക്റ്റൈൽ മെറ്റീരിയൽ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, +1 +2 പഠിച്ചിട്ടുണ്ടാവും, ഒരു സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം വരക്കാൻ. ഓക്കെ, ഒരു ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം. ഡക്റ്റൈൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താ, വലിച്ച് നീട്ടാൻ കഴിവുള്ള മെറ്റീരിയൽ. വലിച്ച് നീട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വലിച്ചിങ്ങനെ നീട്ടിപ്പോയാലും എന്ത് ചെയ്യും, കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് പൊട്ടിപ്പോവും. അത്രയും നമുക്ക് വലിച്ച് നീട്ടാം. ഡക്റ്റൈൽ. മാലിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ, അടിച്ച് പരത്താൻ കഴിവുള്ള മെറ്റീരിയൽ. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചാണ്ട് സ്വർണ്ണം മാലിയബിളാണ്, ഡക്റ്റൈലാണ്. അപ്പോൾ മാലിയബിലിറ്റിയും ഡക്റ്റിലിറ്റിയും എന്ത് ചെയ്യാം, നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അതിൻ്റെ ഒരു സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ആണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. ഓക്കെ, ഒരു സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രത്തിൽ നമ്മൾ മെയിനായിട്ട് എന്താക്കേണ്ടത്, സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രം എന്ന് പറഞ്ഞാൽ അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും വരക്കുക. ഇവിടെ എന്താണ്, ഒരു സ്ട്രെസ്സും ഉണ്ടാവും, ഒരു സ്ട്രെയിനും ഉണ്ടാവും. ഈ കാണുന്ന സ്ട്രെസ്സാണ്, ഈ കാണുന്ന സ്ട്രെയിനാണ്. അപ്പോൾ രണ്ട് സൈഡിലും എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പറഞ്ഞ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാമാണ്. അപ്പോൾ ഒരു സ്ട്രെസ്സും ഒരു സ്ട്രെയിനും ഉണ്ടാവും. ഓക്കെ, ഈ ഡയഗ്രാം എന്ത് ചെയ്യുക, ഒന്ന് വരച്ച് പഠിക്കാം. ഈ ഡയഗ്രാം എന്താണ്, ആദ്യം ഒന്ന് മേലോട്ട് പോയി, പിന്നെ ഒന്ന് താന്ന്, പിന്നെ മേലോട്ട് പോയി, അങ്ങനെ ലാസ്റ്റ് ഇ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചെത്തി. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്തൊക്കെയാം, ഈ 0യും എയും തമ്മിലുള്ള പോയിന്റ് നോക്കാം. 0യും എയും തമ്മിലുള്ള പോയിന്റ് എന്താ, പ്രൊപ്പോർഷണൽ ലിമിറ്റാണ്. പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. ഈ 0 നോക്കി, ഈ 0 എയിലോട്ടുള്ള പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. അവിടെ ഇലാസ്റ്റിക് ബിഹേവിയർ ആണ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ സ്ട്രെസ് എത്ര കൂടും അതിനനുസരിച്ച് സ്ട്രെയിനും കൂടും. എന്ന് വെച്ചാൽ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ് ഇവിടെ വരിക.
സ്ട്രെസ്സ് കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടും? സ്ട്രെയിനും കൂടും. അപ്പോൾ സ്ട്രെസ് എന്താണ്? സ്ട്രെയിനോട് നേരാനുപാതികമാണ്, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ഈ സാധനം നമ്മൾ വേറെ എവിടെയോ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ സ്ട്രെസ് സ്ട്രെയിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്. അവിടെ എന്തുണ്ടാവും? ഹൂക്സ് ലോ എന്ത് ചെയ്യും? അവിടെ ഒബേ ചെയ്യും. അപ്പോൾ 0 to a എന്ന് പറഞ്ഞാൽ എന്താണ്? 0 to a എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ ലിമിറ്റാണ്, സ്ട്രെയിറ്റ് ലൈനാണ്. സ്ട്രെസ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? സ്ട്രെയിനും കൂടും. സ്ട്രെസ് എന്താണ്? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. അതുപോലെ ഹൂക്സ് ലോ അവിടെ എന്ത് ചെയ്യും? ഒബേ ചെയ്യും. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കിക്കേ. ബി എന്ന് പറയുന്ന പോയിന്റ് നോക്കിക്കേ. ബി എന്ന് പറയുന്ന പോയിന്റ് നോക്കിയേ. ബി അല്ല, എ എന്ന് പറയുന്ന പോയിന്റ് നോക്കിക്കേ. ഓക്കെ, 0 to a. എ എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? പ്രൊപ്പോർഷണൽ ലിമിറ്റ് അല്ലെങ്കിൽ എന്താണ്? ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയാം. എ എന്ന് പറയുന്നത് എന്താണ്? ഇലാസ്റ്റിക് ലിമിറ്റ്. ഓക്കെ, എ എന്ന പോയിന്റ് കഴിഞ്ഞാൽ പിന്നെന്താണ്? എ എന്ന പോയിന്റ് കഴിഞ്ഞാൽ പിന്നെന്താണ്? പിന്നെ അടുത്ത് ബി എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ബി എന്ന് പറയുന്ന സെക്ഷൻ ഏതാണ്? ഈൽഡ് സ്ട്രെസ് എന്ന് പറയാം, അല്ലെങ്കിൽ അപ്പർ ഈൽഡ് പോയിന്റ് എന്ന് പറയാം. ഓക്കെ, ബി എന്ന് പറയുന്ന പോയിന്റ് വരെ എന്താണ്? അതിൻ്റെ ബി എന്ന് പറയുന്ന പോയിന്റ് വരെ നമ്മൾ അതിൻ്റെ ലോഡ് മാറ്റിയാലും, ലോഡ് എത്ര നമ്മൾ കൂട്ടി കൊടുത്താലും അതെന്ത് ചെയ്യും? അത് ഒറിജിനൽ പോർഷനിലേക്ക് എന്ത് ചെയ്യും? അത് റിട്രെയിൻ ചെയ്യും. ഒരു ഷാഫ്റ്റ് അല്ലെങ്കിൽ ഒരു മെഷീൻ എലമെൻറ്റ് നമ്മൾ വലിച്ച് നീട്ടുകയാണ്. അപ്പോൾ പെട്ടെന്ന് ആ ലോഡ് അതിൽ നിന്ന് മാറ്റിയാൽ എന്താണ്? ഈ എന്താണ്? ബി എന്ന് പറയുന്ന പോയിന്റ് വരെ എന്ത് ചെയ്യും? ബി എന്ന പോയിന്റ് എത്ര വരെ എന്ത് ചെയ്യും? അത് അതിൻ്റെ ഒറിജിനൽ പോർഷനിലോട്ട് റിട്രെയിൻ ചെയ്യും. ഇനി അടുത്തത് എന്താണ്? അടുത്താണ് എന്ത്? സി എന്ന് പറയുന്ന ലോവർ ഈൽഡ് സ്ട്രെസ് പോയിന്റ്. ലോവർ ഈൽഡ് സ്ട്രെസ് പോയിന്റ് പറഞ്ഞാൽ എന്താണ്? ലോവർ ഈൽഡ് സ്ട്രെസ് ബി എന്ന് പറയുന്ന സെക്ഷൻ, ബി എന്ന് പറയുന്ന പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും? എന്ത് പറ്റില്ല? പിന്നെ അതിന് ഒറിജിനൽ ഷേപ്പിലോട്ട് വരാൻ പറ്റില്ല. അതാണ് എന്ത്? സി എന്ന് പറയുന്ന പോയിന്റ്. സി എന്ന് പറയുന്ന പോയിന്റ് അവിടെ എന്ത്? സ്ട്രെസ് ഒന്ന് കുറഞ്ഞു. ബി എന്ന് പറയുന്ന പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ അതിനെന്ത് പറ്റില്ല? അതിന് ഒറിജിനൽ ഇതിലോട്ട് അല്ലെങ്കിൽ ഒറിജിനൽ ഷേപ്പിലോട്ട് വരാൻ പറ്റില്ല. പിന്നെ ലാസ്റ്റാണ് എന്ത്? സെക്കൻഡ് ലാസ്റ്റ് പോയിൻ്റാണ് അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റ്. അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിൻ്റാണ് എന്ത്? അതിൻ്റെ മാക്സിമം സ്ട്രെസ് ആ മെറ്റീരിയൽ. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡക്റ്റൈൽ മെറ്റീരിയൽ എന്ത് ചെയ്യാണ്? ഇവിടെ നിന്ന് ഇങ്ങനെ ഒരാൾ ഈ സൈഡിൽ നിന്ന് കൈയിട്ട് ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വലിച്ച് ഒരു മെഷീൻ വെച്ചിട്ട് ഈ സൈഡിൽ നിന്ന് വലിച്ചാൽ ഇത് എന്ത് ചെയ്യണം? ഇത് ഇങ്ങനെ നീണ്ടിങ്ങനെ പോകും. റബ്ബർ ബാൻഡ് നീളമാതിരി എന്ത് ചെയ്യും? നീണ്ടിങ്ങനെ പോകും. അങ്ങനെ നീണ്ടുന്നതിൻ്റെ അവസാനം ഒരു പോയിന്റിൽ പൊട്ടിപ്പോവും. ആ ഒരു പ്രോസസ്സാണ് ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡക്റ്റൈൽ മെറ്റീരിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് മാക്സിമം സ്ട്രെസ് വരുന്ന പോയിന്റിനെ പറഞ്ഞ പേരാണ് എന്ത്? അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റ്. ലാസ്റ്റ് ഇ എന്ന് പറയുന്ന പോയിന്റാണ് എന്ത്? ബ്രേക്കിംഗ് ഓർ ഫ്രാക്ചർ പോയിന്റ്. നമ്മുടെ മെറ്റീരിയൽ ടെസ്റ്റിംഗ് ലാബിൽ നമ്മളിതൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളും ശ്രദ്ധിക്കുക. നമുക്ക് എക്സാമിന് ചോദിക്കാൻ നിങ്ങൾ ഈ ഡയഗ്രം ഒന്ന് വരയ്ക്കാൻ പഠിക്കുക. പിന്നെ അതുപോലെ എന്ത് ചെയ്യുക? അതിൻ്റെ ഓരോ ഭാഗങ്ങളും എന്ത് ചെയ്യുക? ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത മൂന്നാമത്തെ ടോപ്പിക്കിലോട്ട് പോകാം. അടുത്ത ലിസ്റ്റ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ബെയറിംഗ്. ബെയറിംഗ് ഒന്ന് എന്ത് ചെയ്യാം? നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു സെക്കൻഡ് മൊഡ്യൂളിലാണ് ബെയറിങ്ങിൻ്റെ സെക്ഷനുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ ഒന്ന് ബെയറിംഗ് ഒന്ന് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഡയറക്ഷൻ ഓഫ് ലോഡ്. ലോഡിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് നമുക്ക് ബെയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബെയറിംഗ് എന്ന് പറയുന്ന ഒരു മെഷീൻ എലമെൻ്റ് ആണ്. എന്തിനാണ്? റൊട്ടേറ്റിംഗ് കമ്പോണൻറ്റിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെഷീൻ എലമെൻ്റ് ആണ് എന്ത്? ബെയറിംഗ്. നമ്മൾ ലാബിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഡയറക്ഷൻ ഓഫ് ലോഡ് ടു ബി സപ്പോർട്ടഡ്. ലോഡ് സപ്പോർട്ടിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ബെയറിങ്ങിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? റേഡിയൽ ബെയറിംഗ് ഉണ്ടാവും, ത്രസ്റ്റ് ബെയറിംഗ് ഉണ്ടാവും, ഗൈഡ് ബെയറിംഗ് ഉണ്ടാവും. ഓക്കെ, ഡിപ്പെൻഡിങ് അപ്പോൾ ദി നാച്ചർ ഓഫ് കോൺടാക്ട് ബിറ്റ്വീൻ ദി വർക്കിംഗ് സർഫസുമായിട്ടുള്ള കോൺടാക്റ്റ് മൂലം നമുക്ക് എന്ത് ചെയ്യാം? ഈ ബെയറിങ്ങിനൊന്ന്, അതാണ് എന്ത്? സ്ലൈഡിങ് കോൺടാക്റ്റ് ബിയറിങ്ങും റോളിംഗ് കോൺടാക്റ്റ് ബിയറിങ്ങും. പിന്നെ ടൈപ്പ് ഓഫ് ലോഡിങ്, ഡയറക്ഷനിങ് അല്ല, ടൈപ്പ് ഓഫ് ലോഡിങ്. ഏതൊക്കെ ടൈപ്പ് ലോഡിങ്ങാണ് വരുന്നത്? അപ്പോൾ ബിയറിംഗ് വിത്ത് സ്റ്റഡി ലോഡ്, ബിയറിംഗ് വിത്ത് വാരിയബിൾ ലോഡ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാം? ഒന്ന് ജസ്റ്റ് പഠിച്ചിരിക്കാം. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സമ്മറൈസ് ദ റിക്വയർമെൻറ്റ് ഓഫ് ഷാഫ്റ്റ് കപ്ലിംഗ്. എന്തിനാണ് കപ്ലിംഗ് കൊടുക്കുന്നത്? ഒരു ഷാഫ്റ്റിൽ നമ്മൾ കപ്ലിംഗ് കൊടുക്കുന്നത് എന്തിനാണ്? അതിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ആവശ്യകതയെ പറയുന്ന ഒരു പേരാണ് എന്ത്? റിക്വയർമെൻറ്റ്, ആവശ്യകത. ഒരു കപ്ലിങ്ങിൻ്റെ ആവശ്യകത എന്തൊക്കെയാണ് ആവശ്യകത? ഇറ്റ് ഷുഡ് ബി കേപ്പബിൾ ഓഫ് ട്രാൻസ്മിറ്റിംഗ് ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? കപ്ലിംഗ് കൊടുക്കാറുണ്ട്. പിന്നെന്താണ്? ഒരു കപ്ലിംഗ് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം? ഈസി കണക്ഷൻ ആൻഡ് ഡിസ്കണക്ഷൻ. രണ്ട് ഷാഫ്റ്റുകൾ തമ്മിൽ എന്ത് ചെയ്യാൻ? ഈസി ആയിട്ട് കണക്ട് ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാനും എന്ത് യൂസ് ചെയ്യാം? കപ്ലിംഗ് യൂസ് ചെയ്യാം. പിന്നെ രണ്ട് ഷാഫ്റ്റുകൾ തമ്മിലുള്ള അലൈൻമെൻറ്റ് കറക്റ്റ് ആക്കാൻ എന്ത് ചെയ്യാം? നമുക്ക് കപ്ലിംഗ് യൂസ് ചെയ്യാം. അതുപോലെ വേറെ ലാസ്റ്റ് പോയിൻ്റാണ് എന്ത്? പ്രൊജക്റ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ ചില മെഷീൻ എലമെൻറ്റിൽ അല്ലെങ്കിൽ ചില കമ്പോണൻറ്റിലൊക്കെ എന്ത് ചെയ്യും? ചില ഭാഗങ്ങളൊക്കെ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനൊന്ന് സേഫ് ആക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഷാഫ്റ്റ് കപ്ലിംഗ് യൂസ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. കമ്പയർ വി ബെൽറ്റ് ആൻഡ് ഫ്ലാറ്റ് ബെൽറ്റ്. വി ബെൽറ്റും ഫ്ലാറ്റ് ബെൽറ്റും എന്ത് ചെയ്യാം? ഒന്ന് കമ്പയർ ചെയ്യാം. എന്താണ് വി ബെൽറ്റ്, എന്താണ് ഫ്ലാറ്റ് ബെൽറ്റ്? ഒന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ എങ്ങനെ കമ്പയർ ചെയ്യാം? ഫസ്റ്റ് വി ബെൽറ്റ് എന്താണ്? കണ്ടറിയില്ലേ? ഫ്ലാറ്റ് ബെൽറ്റ് നമ്മൾ റൈസ് ഫ്ലവർ മില്ലിലൊക്കെ കൊടുക്കുന്ന ചില പണ്ടത്തെ റൈസ് ഫ്ലവർ മില്ലിലൊക്കെ ഉണ്ടായിരുന്നു ഈ ഫ്ലാറ്റ് ബെൽറ്റ്. എന്ത് ചെയ്യും? ഒരു ഫ്ലാറ്റ് ആയിരിക്കും ഫ്ലാറ്റ് ബെൽറ്റ് ഉണ്ടാവുക. വി ബെൽറ്റ് എന്തായിരിക്കും? ഒരു ട്രപ്പീസോയിഡിന് ക്രോസ് സെക്ഷനിലാണ് എന്തുണ്ടാവുക? വി ബെൽറ്റ് ഉണ്ടാവുക. ഇത് തമ്മിലുള്ളൊരു കമ്പാരിസൺ. അപ്പോൾ ഈ വി ബെൽറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ്? വി ബെൽറ്റ് ഷോർട്ടർ ഡിസ്റ്റൻസിലുള്ള എന്തിനാണ് ബെൽറ്റ് യൂസ് ചെയ്യുന്നത്? പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനാണ്.
അപ്പോൾ സ്യൂട്ടബിൾ ഫോർ ഷോർട്ടർ ഡിസ്റ്റൻസ്. ഇപ്പോൾ ഇവിടെ ഒരു ഷാഫ്റ്റ് ഉണ്ട്, ഇവിടെ ഒരു ഷാഫ്റ്റ് ഉണ്ട്, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? വി ബെൽറ്റ് യൂസ് ചെയ്യാം. ഓക്കെ. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാണ്, ഈ രണ്ട് ഷാഫ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഫ്ലാറ്റ് ബെൽറ്റ് യൂസ് ചെയ്യാം. ഓക്കെ. വി ബെൽറ്റിൻ്റെ ക്രോസ് സെക്ഷൻ, വി ബെൽറ്റ് നമ്മൾ മുറിച്ചാൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ട്രപ്പിസോയിഡലായിരിക്കും. ഈ ഷേപ്പ്, ഈ കാണുന്ന ഷേപ്പില്ലേ, ഇതാണ് എന്ത് ട്രപ്പിസോയിഡിൻ്റെ ക്രോസ് സെക്ഷൻ. ഈ ഷേപ്പാണ് എന്ത് ട്രപ്പിസോയിഡിൻ്റെ ക്രോസ് സെക്ഷൻ. വി ബെൽറ്റിൻ്റെ ക്രോസ് സെക്ഷൻ ട്രപ്പിസോയിഡലാണ്. അതുപോലെ ഫ്ലാറ്റ് ബെൽറ്റിൻ്റെ ക്രോസ് സെക്ഷൻ എന്തായിരിക്കും? റെക്റ്റാങ്കുലർ ആയിരിക്കും. ഫ്ലാറ്റ് ബെൽറ്റിൻ്റെ ക്രോസ് സെക്ഷൻ റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ. ഇനി അടുത്തത് വി ബെൽറ്റിൻ്റെ ഹൈ ഫ്രിക്ഷണൽ ഗ്രിപ്പായിരിക്കും. വി ബെൽറ്റിന് ഹൈ ഫ്രിക്ഷണൽ ഗ്രിപ്പായിരിക്കും. അതുപോലെ ഫ്ലാറ്റ് ബെൽറ്റിന് എന്തായിരിക്കും? ഫ്രിക്ഷണൽ ഗ്രിപ്പ് കുറവായിരിക്കും. പിന്നെ അതുപോലെ വി ബെൽറ്റിന് വെലോസിറ്റി റേഷ്യോ കൂടുതലായിരിക്കും. അതുപോലെ ഫ്ലാറ്റ് ബെൽറ്റിന് വെലോസിറ്റി റേഷ്യോ എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ 4-5 പോയിന്റ് എന്ത് ചെയ്യുമെന്ന് പഠിച്ചേക്കാം. ഓക്കെ. അടുത്തത് ലിസ്റ്റ് ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ചെയിൻ ഡ്രൈവ്. ചെയിൻ ഡ്രൈവിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്ത് ചെയ്യുക? ഒന്ന് ഡിസ്കസ് ചെയ്യാം. അത് നമുക്ക് അഡ്വാൻറ്റേജസ് ഡിസ്കസ് ചെയ്യാം. ഒരു ചെയിൻ ഡ്രൈവിൽ എന്തുണ്ടാവില്ല? സ്ലിപ്പിംഗ് ഉണ്ടാവില്ല. സ്ലിപ്പ് ചെയ്ത് നമ്മളിപ്പോൾ സാധാ ബെൽറ്റ് ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു സ്ലിപ്പൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു ചെയിൻ ഡ്രൈവ് എന്താണ്? സ്പ്രോക്കറ്റിൻ്റെ ഉള്ളിൽ ആ ചെയിൻ സെറ്റ് ആയാൽ പിന്നെ എന്താ വരില്ല? സ്ലിപ്പിംഗ് നടക്കില്ല. പിന്നെന്താണ്? മോർ കോമ്പാക്റ്റ് ആണ്. പിന്നെ അതുപോലെ ലെസ് സ്പേസ് മതി നമുക്ക്. ഈ ചെയിൻ ഡ്രൈവിന് എന്ത് ചെയ്താൽ മതി? ഫ്ലാറ്റ് ബെൽറ്റിൻ്റെ മാതിരി അധികം സ്പേസ് ഒന്നും വേണ്ട, എന്ത് ചെയ്താൽ മതി? കുറച്ച് സ്പേസ് മതി. പിന്നെ അതുപോലെ ഷാഫ്റ്റുകളിലേക്ക് വരുന്ന ലോഡ് എന്തായിരിക്കും? ചെയിൻ ഡ്രൈവിൽ കുറവായിരിക്കും. പിന്നെ ഇനീഷ്യൽ എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിലുള്ള ടെൻഷൻ എന്തായിരിക്കും? കുറവായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് എന്ത്? ചെയിൻ ഡ്രൈവിൻ്റെ ഗുണങ്ങൾ. നമുക്കിതിൻ്റെ ദോഷങ്ങൾ, ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയാം. പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതലാണ്. ഒരു ചെയിൻ ഡ്രൈവിൽ ചെയിൻ ഡ്രൈവ് പ്രൊഡക്റ്റ് ചെയ്യാനുള്ള കോസ്റ്റ് എന്താണ്? കൂടുതലാണ്. പിന്നെന്താണ്? നോയ്സും കൂടുതലാണ്. ശബ്ദം എന്താണ്? ചെയിൻ ഡ്രൈവിൽ ശബ്ദം എന്താണ്? കൂടുതലാണ്. ഓക്കെ. അടുത്തെന്താണ്? മോർ കോംപ്ലിക്കേറ്റഡ് ഡിസൈൻ. അത് ഡിസൈൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് സാധാ ഫ്ലാറ്റ് ബെൽറ്റ് ഡിസൈൻ ചെയ്യണ മാതിരി എന്ത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഫ്ലാറ്റ് ഡ്രൈവ് ഡിസൈൻ ചെയ്യണ മാതിരി എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയിൻ ഡ്രൈവ് ഒന്നും ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കുറച്ച് തല എന്ത് ചെയ്യണം? നന്നായി വർക്ക് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യണം? ഡിസൈൻ ചെയ്യാൻ. കൺസ്ട്രക്ഷൻ ആണെങ്കിലോ കുറച്ച് വലുതാണ്. മെയിൻ്റനൻസ്, നമ്മൾ ഈ ചെയിൻ ഡ്രൈവിൻ്റെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ മെയിൻ്റനൻസ് കൂടുതലാണ്. നമ്മൾ ഈ സൈക്കിളൊക്കെ ചവിട്ടുന്നത് നമുക്കറിയാലോ. ഇടയ്ക്ക് ഓയിലൊന്ന് കറക്റ്റ് കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? സൈക്കിളിൻ്റെ ചെയിനൊക്കെ തുരുമ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ കറക്റ്റ് മെയിൻ്റനൻസ് ചെയ്ത് നമ്മൾ എന്ത് വേണം? ചെയിൻ ഡ്രൈവിൽ പോകണം. ഓക്കെ. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ടൈപ്സ് ഓഫ് ഗിയേഴ്സ്. കുറേ ടൈപ്പ് ഗിയേഴ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ ടൈപ്സ് ഓഫ് ഗിയേഴ്സ് പഠിക്കാനുള്ള നമുക്ക് എന്തായാലും ഫസ്റ്റ് ആണ് എന്ത്? സ്പർ ഗിയർ എന്ന് പറഞ്ഞാൽ സ്പർ ഗിയർ എന്തായിരിക്കും? ടീത്ത് എന്തായിരിക്കും? സ്ട്രൈറ്റ് ആയിട്ടായിരിക്കും എന്ത് കട്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ. ഇത് ഈ കാണുന്ന ഷാഫ്റ്റാണ്. ഇതൊരു ഗിയർ ആണെന്നുണ്ടെങ്കിൽ ഈ ഗിയർ എന്ത് ചെയ്യണം? നമ്മൾ വേറെ ഗിയറുമായിട്ട് മെഷ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ മെഷ് ചെയ്ത്. അപ്പോൾ ഇതാണ് ഇതൊരു ഷാഫ്റ്റ് എ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു ഷാഫ്റ്റ് ബി ആണ്. ഓക്കെ. ശ്രദ്ധിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക. ഷാഫ്റ്റ് ടീത്ത് സ്ട്രൈറ്റ് ആയിട്ടായിരിക്കും കട്ട് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനത്തെ കട്ട് ചെയ്തിട്ടുള്ള ഗിയേഴ്സിനെ പറഞ്ഞ പേരാണ് എന്ത്? സ്പർ ഗിയർ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് ഹെലിക്കൽ ഗിയർ എന്ന് പറഞ്ഞാൽ എന്താ? സ്പർ ഗിയറിനെ പോലെ തന്നെയാണ്. പക്ഷേ മാറ്റം എന്ന് പറഞ്ഞാൽ ഹെലിക്കൽ ഗിയറിൻ്റെ ടീത്ത് കട്ടിങ് എന്ന് പറയുന്നത് എന്താണ്? ഇൻക്ലൈൻഡ് ആയിട്ടാണ് ടീത്ത് കട്ടിങ് വരിക. ഹെലിക്കൽ ഗിയറിൻ്റെ ടീത്ത് കട്ടിങ് എന്ന് പറയുന്നത് മറ്റേ സ്ട്രൈറ്റ് ആണ്, കുറച്ച് ഇൻക്ലൈൻഡ്. നമ്മളെ സിങ്ക്രോമൽ കോൺസ്റ്റൻറ്റ് മെഷ് ഗിയർ ബോക്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഓട്ടോമൊബൈൽ ലാബിലൊക്കെ പോകും. അടുത്ത ഒരു ഗിയറാണ് ഹെരിങ് ബോൺ ഗിയർ. ഒന്ന് റൈറ്റ് ഹാൻഡ് ആയിരിക്കും, ഒന്ന് എന്തായിരിക്കും? ലെഫ്റ്റ് ഹാൻഡ്. ആ ടൈപ്പ് ഗിയറിൻ്റെ പേരാണ് ഹെരിങ് ബോൺ ഗിയർ. അടുത്ത ബിവൽ ഗിയർ എന്തിനാണ്? 2 ഇൻ്റർസെക്റ്റിംഗ് ഷാഫ്റ്റ്. ഒരു ഷാഫ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഉദാഹരണം പറയാം, നമ്മുടെ ഡിഫറൻഷ്യലൊക്കെ യൂസ് ചെയ്യുന്ന ബിവൽ ഗിയർ ആയിരിക്കും. കാരണം 2 ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഷാഫ്റ്റ്. ഇവിടെ നിന്ന് പ്രൊപ്പല്ലർ ഷാഫ്റ്റിൽ നിന്ന് വരും. പിന്നെ അത് പോകേണ്ടത് കൊടുക്കാണ് ഈ 2 കാണുന്ന സ്റ്റെപ്പ് ആക്സിലോ അല്ല റിയർ ആക്സിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ 2 ഇൻ്റർസെക്റ്റിംഗ് ഷാഫ്റ്റുകൾ തമ്മിൽ ഡിസ്കണക്റ്റ് അങ്ങനെ ഈ സെറ്റപ്പ് ആയിരിക്കും ഉണ്ടാവുക. 2 ഇൻ്റർസെക്റ്റിംഗ് ഷാഫ്റ്റുകൾ ഈ കാണുന്ന ഇതിപ്പോൾ ഇൻ്റർസെക്റ്റിംഗ് ഷാഫ്റ്റാണ്. ഇതൊരു ഇൻ്റർസെക്റ്റിംഗ് ഷാഫ്റ്റാണ്. കണ്ടില്ലേ? അപ്പോൾ ഈ റൊട്ടേഷൻ എന്താക്കി മാറ്റാം? നമുക്ക് ഈ റൊട്ടേഷനാക്കി മാറ്റാം. അപ്പോൾ ഒരു ഇൻ്റർസെക്റ്റിംഗ് ഷാഫ്റ്റുകൾ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ബിവൽ ഗിയർ യൂസ് ചെയ്യുന്നത്. പിന്നെ വോം ഗിയർ ഇസ് കൺസെപ്റ്റ് ഷാഫ്റ്റ് വിത്ത് എ സ്പൈറൽ ത്രെഡ് ദാറ്റ് ഇൻസ്ട്രക്ട് യൂസ്. വോം ഗിയർ നമ്മളെ വോം ആൻഡ് വീൽ സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് പഠിച്ചിട്ടുണ്ടല്ലോ. അതിൽ വോം ഗിയർ ആയിരിക്കും ഉണ്ടാവുക. ഒന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മറ്റു വേറെ റൊട്ടേഷൻ. അപ്പോൾ വോം ഗിയർ അതുപോലെ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വോം ഗിയർ എവിടെ യൂസ് ചെയ്യുക? വോം ആൻഡ് വീൽ സ്റ്റിയറിംഗ് ഗിയർ ബോക്സിൽ യൂസ് ചെയ്യുന്ന ടൈപ്പാണ് വോം ഗിയർ. അപ്പോൾ ഈ ടൈപ്സ് ഓഫ് ഗിയേഴ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു പോകും. ഓക്കെ. അടുത്ത 2 ബെൽറ്റ് ഡ്രൈവിൻ്റെ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവും അതുപോലെ ക്രൂസ്ഡ് ബെൽറ്റ് ഡ്രൈവിൻ്റെ സ്കെച്ച് ചെയ്യുക, മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഭാഗങ്ങളൊന്ന് അടയാളപ്പെടുത്തുക. ഓക്കെ. നമുക്ക് നോക്കാം. ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് ശ്രദ്ധിക്കണം. ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പൺ ആയിരിക്കും. സെൻറ്ററിൽ കാണുന്ന ഭാഗം എന്തായിരിക്കും? ഒന്ന് ഓപ്പൺ ആയിരിക്കും. ഞാൻ മാർക്ക് ചെയ്ത ഭാഗം ഓപ്പൺ ആണെങ്കിൽ എന്തായിരിക്കും? ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ്. പിന്നെ അവിടെ ഒരു ഡ്രൈവർ ഉണ്ടാവും, ഒരു ഡ്രൈവർ ഉണ്ടാവും. എന്താ മക്കളെ ഈ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ? ഡ്രൈവർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഏതിലോട്ടാണ്? അപ്പോൾ ഈ കാണുന്ന ഈ വലിയ ഷാഫ്റ്റിലോട്ടാണ് എന്ത് വരുന്നത്? ഡ്രൈവ് വരുന്നത്, അല്ലെങ്കിൽ കറക്കം വരുന്നത്. ഈ കറക്കം എന്താണ്?
എ എന്ന് പറയുന്ന ഷാഫ്റ്റിനെ ഇങ്ങനെ കറക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കറക്കം എന്താണ്, ഒരു ബെൽറ്റ് ഉപയോഗിച്ച് നമ്മൾ ബി എന്ന ഷാഫ്റ്റിനെയും കൂടി കൂട്ടി കറക്കുകയാണ്. അപ്പോൾ കറക്കമാകെ ഒരു ഷാഫ്റ്റിലോട്ട് വരുന്നുള്ളൂ, അത് എ എന്ന് പറയുന്ന ഷാഫ്റ്റിലോട്ടാണ്. അതാണ് ഡ്രൈവർ. ആ എ എന്ന് പറയുന്ന ഷാഫ്റ്റ് കറങ്ങുന്നത് കൊണ്ട് എന്ത് ചെയ്യും, ഈ ബെൽറ്റ് റൊട്ടേറ്റ് ചെയ്യും. അതുമൂലം എന്ത് ചെയ്യും, ഈ ഡ്രിവൺ ഷാഫ്റ്റിനെയും കൂടി കറക്കും. അതുകൊണ്ടാണ് അത് ഡ്രിവൺ ഷാഫ്റ്റ് ആയത്. പിന്നെ എന്ത് ചെയ്യും, അടിയത്തെ ഭാഗം ടൈറ്റ് ആയിരിക്കും, മേലത്തെ ഭാഗം എന്തായിരിക്കും, സ്ലാക്ക് ആയിരിക്കും. ടൈറ്റ് സൈഡും ലൂസ് സൈഡും ഉണ്ടായിരിക്കും. ഇതാണ് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിലുള്ളത്. ഓക്കെ, ഇനി അടുത്തെന്താണ് ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവ്. ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവിൽ എന്താ, മറ്റേത് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവിൽ എന്താണ്, സെൻട്രൽ ക്രോസ്ഡ് ആയിരിക്കും. പിന്നെ ഇത് രണ്ടും സെയിം ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യട്ടോ. അപ്പോൾ എ ഷാഫ്റ്റ് എന്താണ്, ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിൽ എ ഷാഫ്റ്റ് ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ ബി ഷാഫ്റ്റ് ക്ലോക്ക് വൈസ് ആയിരിക്കും. എ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ ബി ഷാഫ്റ്റ് എന്തായിരിക്കും, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവിൽ ഒരു ഡ്രൈവറും ഉണ്ടായിരിക്കുന്നുണ്ടാവും, ഒരു ഡ്രിവണും ഉണ്ടായിരിക്കും. ഈ കാണുന്ന ഫിഗറാണ് എന്ത്, ക്രോസ്ഡ് ബെൽറ്റ്. ഈ കാണുന്ന ഫിഗറാണ് ഈ ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവിൻ്റെ ഫിഗർ. ഈ കാണുന്ന ഫിഗർ. അപ്പോൾ ഒരു ഡ്രൈവറും ഉണ്ടായിരിക്കും, ഒരു ഡ്രിവണും ഉണ്ടായിരിക്കും. അതുപോലെ ഡ്രൈവർ ഒരു ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡ്രിവൺ സെയിം ഓപ്പോസിറ്റ് ഡയറക്ഷനായിരിക്കും. ഇപ്പോൾ ഡ്രൈവർ ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ ഡ്രിവൺ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ ടൈറ്റ് സൈഡ് ഉണ്ടാവും, സ്ലാക്ക് സൈഡ് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഫോർത്ത് മൊഡ്യൂളിൽ ക്യാമും പ്രൊഫൈലും വരക്കാനുണ്ട്. അപ്പോൾ ഈ ക്യാമ്, പ്രൊഫൈൽ, അതുപോലെ സിലിണ്ടർ ഹെഡ്, പിസ്റ്റൺ, കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഫോർത്ത് മൊഡ്യൂളിൽ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സിലിണ്ടർ, പിസ്റ്റണൊക്കെ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചതാവും. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാംസ്, ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാമുകൾ. ഒന്ന് വെഡ്ജ് ആൻഡ് ഫ്ലാറ്റ് ക്യാം ഉണ്ട്, അതുപോലെ പ്ലേറ്റ് ഓർ ഡിസ്ക് ക്യാം, സിലിണ്ടറിക്കൽ ക്യാം. അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് വായിച്ച് പോവാം. വേറെയും കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ട് ഫോർത്ത് മൊഡ്യൂൾ നമ്മൾ സിലബസ് ഒക്കെ ഫുള്ള് കവർ ചെയ്യൽ ഇല്ല. നമ്മൾ ജസ്റ്റ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ഒന്ന് ഓടിച്ച് പോകണം. ഫോർത്ത് മൊഡ്യൂളിൽ ക്യാമ് മാത്രമല്ല ഉള്ളത്, പിസ്റ്റൺ, കണക്ടറോട് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് വായിച്ച് പോവാം. ഓക്കെ, ഇനി നമുക്ക് പാർട്ട് 3 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.